ഹലോ, അപ്പോൾ നമുക്കിന്ന് മാങ്ങ കൊണ്ടൊരു ജാം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 4 മാങ്ങയാണ്. അതിനുശേഷം നമ്മുടെ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റാകുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതൊന്ന് വഴണ്ട് വന്ന് ഇച്ചിരി ഒന്ന് കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യാനുസരണം നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ചപ്പോൾ സീഡ്സ് ഇങ്ങനെയായിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കുറേ നേരം വഴറ്റി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറേ മൊത്തത്തിലൊന്ന് മാറും. മാറുന്ന സമയത്ത് നമുക്ക് ഫ്ലേവറിന് വേണ്ടി വാനില എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയോ ഇടാം. ഞാനിവിടെ ഇപ്പോൾ ഏലക്കപ്പൊടി ഇട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ മാങ്ങാ ജാം റെഡി ആയിട്ടുണ്ട്.